ഒരു സമൃദ്ധമായ വനത്തിൽ വാർഷിക ദേശാടനത്തിനായി ഒരു കൂട്ടം പക്ഷികൾ ഒരുങ്ങി. അവയിൽ ലൂണ എന്ന ഒരു കുഞ്ഞു പക്ഷിയും ഉണ്ടായിരുന്നു. ലൂണ ആവേശഭരിതയായിരുന്നു, പക്ഷേ പരിഭ്രാന്തിയിലായിരുന്നു. അവൾ മുമ്പ് ഒരിക്കലും ഇത്രയും ദൂരം പറന്നിട്ടില്ല. അവൾ പറന്നുപോകോ എന്ന ആശങ്കയും ഉണ്ടായിരുന്നു. പക്ഷിക്കൂട്ടം ആകാശത്തേക്ക് പറന്നപ്പോൾ ലൂണ തന്റെ താളം കണ്ടെത്താൻ പാടുപെട്ടു. അവൾ ചിറകുകൾ ശക്തമായി അടിച്ചു, പക്ഷേ കാറ്റിന്റെ പ്രതിരോധം അത് ബുദ്ധിമുട്ടാക്കി. മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന് അവൾ കരുതിയപ്പോൾ ആസ്ട്രിഡ് എന്ന ബുദ്ധിമാനായ ഒരു വൃദ്ധ പക്ഷി അവളുടെ അരികിൽ പറന്നു. കാറ്റിനെ അനുഭവിക്കൂ, ലൂണ ആസ്ട്രിഡ് പറഞ്ഞു. അതിനെതിരെ പോരാടരുത്. അത് നിങ്ങളെ ഉയർത്തട്ടെ. ലൂണ ഒരു ദീർഘനിശ്വാസമെടുത്ത് ചിറകുകൾക്ക് അയവ് വരുത്തി. അവളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കാറ്റ് അവളെ വഹിക്കാൻ തുടങ്ങി. അവൾ എളുപ്പത്തിൽ വായുവിലൂടെ ഉയർന്നു. ഒരുമിച്ച് പക്ഷികൾ വിശാലമായ പ്രകൃതിദൃശ്യങ്ങൾക്ക് മുകളിലൂടെ പറന്നു, നദികളും പർവ്വതങ്ങളും കടന്ന്. വഴിയിൽ അവർ മറഞ്ഞിരിക്കുന്ന അത്ഭുതങ്ങൾ കണ്ടെത്തി. തിളങ്ങുന്ന വെള്ളച്ചാട്ടങ്ങൾ, ഊർജ്ജസ്വലമായ മഴക്കാടുകൾ, തിളങ്ങുന്ന തടാകങ്ങൾ. അവർ ശൈത്യകാല വീട്ടിലെത്തിയപ്പോൾ തന്നിൽ തന്നെ മാന്ത്രികമായ എന്തോ ഒന്ന് കണ്ടെത്തിയതായി ലൂണ തിരിച്ചറിഞ്ഞു. കാറ്റിനെയും സ്വന്തം കഴിവുകളെയും വിശ്വസിക്കാനുള്ള ധൈര്യം. ആ ദിവസം മുതൽ ലൂണ ആത്മവിശ്വാസത്തോടെ ചിറകുകൾ വിരിച്ചു. തന്റെ യാത്ര എവിടേക്ക് കൊണ്ടുപോയാലും അവൾ എപ്പോഴും തന്റെ വഴി കണ്ടെത്തുമെന്ന് അവൾക്കറിയാമായിരുന്നു. ഈ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. തുടർന്നും കഥകൾ ആസ്വദിക്കൂ. നന്ദി.